തിരുനാമം മഹത്വപ്പെടട്ടെ. അതാൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷത്തെ 354 ദിവസവും ഈ മാസത്തെ 20 ദിവസവും, അതായത് ശനിയാഴ്ച. ഇന്ന് ധ്യാന വിഷയം എന്ന് പറയുന്നത്, നാം നമ്മുടെ സുഹൃതം കൊണ്ട് അല്ല, ദൈവത്തിന്റെ കരുണയാലത്രേ രക്ഷിക്കപ്പെടുന്നത്. നാം നമ്മുടെ സുഹൃതം കൊണ്ടല്ല, ദൈവത്തിന്റെ കരുണയാലത്രേ രക്ഷിക്കപ്പെടുന്നത്. ഈ ഒരു കാര്യം നമ്മളിൽ എത്ര പേർ കൃത്യമായി മനസ്സിലാക്കുന്നു എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. ആരെങ്കിലും തൻ്റെ സൽപ്രവൃത്തികൾ മുഖാന്തരമായി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അത് അസാധ്യമായ ഒരു കാര്യമായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ എന്ന പുസ്തകത്തിൽ ജെ വെർണർ മഗ്ഗി എന്ന ദൈവദാസന്റെ ഒരു ലേഖനമുണ്ട്. കാറ്റലീന ദ്വീപിലേക്കുള്ള ചാടിക്കടക്കലിനെ പറ്റിയാണ് അതിൽ പറയുന്നത്. സാന്റമോണിക്ക കടൽപ്പാലത്തിൽ നിന്നും കാറ്റലീന ദ്വീപിലേക്കുള്ള 25 മൈൽ ദൂരം ആർക്കെങ്കിലും ചാടിക്കടക്കാനാകുമെന്ന് ചിന്തിക്കുന്നത് തന്നെ വിഡിതമാണ്. ഏറ്റവും കൂടുതൽ ദൂരം ചാടുന്നയാളും പാലത്തിൽ നിന്നും ഏതാനും അടി അകലം വരെ മാത്രം ചാടാൻ കഴിയുള്ളൂ എന്നുള്ളത് നമുക്ക് ഏവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എത്ര ദൂരേക്ക് ചാടാൻ പറ്റുന്ന ആളാണെങ്കിലും ഒരു 4 അടിയും കൂടെ കൂടുതലും അതിന് മുമ്പിൽ ചാടുവാൻ സാധിക്കും. എന്നാൽ അവർ കടലിൽ വീഴും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ മാഗി ഒരു പ്രത്യേക കാര്യം ഊന്നി പറയുന്നത്, തൻ്റെ സ്വതസിദ്ധമായ രീതിയിൽ അദ്ദേഹം പറയുന്നു, അതെ, ഇതുവരെ ആർക്കും അത് സാധിച്ചിട്ടില്ല. നിശ്ചയമായും എന്നേക്കാൾ കൂടുതൽ ചാടാൻ കഴിവുള്ള ചില ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, അവരാരും കാറ്റലീനായിലെത്തുകയില്ല. എല്ലാവരും കടലിൽ തന്നെ വധിക്കും. നമ്മുടെ സ്വന്തം പ്രയത്നങ്ങൾ കൊണ്ട് സ്വർഗത്തിലെത്താൻ ശ്രമിക്കുന്നത് പരമവിഡ്ഢിത്തരമാണെന്നത് ചൂണ്ടിക്കാണിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എടുത്തു പറയുന്നുണ്ട്. മഗ്ഗി ഇപ്രകാരം പറഞ്ഞവസാനിപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ക്രിസ്തുവിൽ വീണ്ടെടുപ്പ് ആവശ്യമായിരിക്കുന്നു. തൻ്റെ സന്നിധിയിൽ ചെല്ലുന്നവരെല്ലാം സമ്പൂർണ്ണ വിശുദ്ധി ഉള്ളവരായിരിക്കണമെന്ന് പരിശുദ്ധനായ ദൈവം നിഷ്കർഷിച്ചിരിക്കുന്നു. എത്ര നീതിമാനായ മനുഷ്യനും ദൈവത്തിന്റെ വിശുദ്ധിയുടെ അളവ് പ്രാപിച്ചിട്ടില്ലായികയാൽ സ്വർഗപ്രാപ്തിക്ക് യോഗ്യനല്ല. അവനും ധാർമ്മികമായി അധപ്പതിച്ച മനുഷ്യനെ പോലെ തന്നെ നഷ്ടപ്പെട്ടവനാണ്. നാം എല്ലാവരും പാപികൾ തന്നെ. പക്ഷേ ഭൂമിയും സ്വർഗവും തമ്മിലുള്ള ഈ വലിയ വിടവ് കർത്താവ് നികത്തിയിരിക്കുന്നു. അവരവരുടെ ബലത്തിൽ തന്നെ ആശ്രയിക്കുന്നവരാരും തങ്ങളുടെ ലക്ഷ്യം പ്രാപിക്കുന്നില്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. എന്നാൽ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവനെ ആശ്രയിക്കുന്നവരെല്ലാവരും അവൻ്റെ നീതിയുടെ അടിസ്ഥാനത്തിൽ ദൈവമുമ്പാകെ പൂർണ്ണതയുള്ളവരായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ഏവർക്കും നമ്മുടെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. മനുഷ്യൻ സാന്റാമോണിക്കയിൽ നിന്നും കാറ്റലീനയിലേക്ക് ചാടിക്കടക്കുക എന്നത് അസാധ്യമായിരിക്കാം. എന്നാൽ അവന് ക്രിസ്തുവിലൂടെ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലെത്താൻ സാധിക്കും എന്നുള്ളത് നമ്മൾ വേദപുസ്തകം വായിച്ച് നമ്മുടെ പിതാക്കന്മാർക്ക് കിട്ടിയതായ അനുഗ്രഹങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത്, നാം ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അവൻ്റെ 2ാമത്തെ വരവിൽ നമ്മളെ അവൻ കൂട്ടിച്ചേർക്കും എന്നതിന് 2 അഭിപ്രായം നമുക്കാർക്കും ഉണ്ടാകുകയില്ല. നമ്മളുടെ പ്രവൃത്തി നല്ലതാണെങ്കിൽ മാത്രമേ അവൻ്റെ 2ാമത്തെ വരവിൽ നമുക്ക് അവനോടൊപ്പം ചേരുവാൻ സാധിക്കത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പിതാക്കന്മാർ നമ്മെ കാണിച്ചു തന്നതായ, നമ്മുടെ പുരോഹിതന്മാർ നമ്മെ സമയാസമയങ്ങളിൽ ഉദ്ബോധിപ്പിക്കുന്നതായ മഹാപുരോഹിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നതായ ആ കാര്യങ്ങളൊക്കെയും മനസ്സിൽ സംഗ്രഹിച്ചുകൊണ്ട് ആ കന്യകമറിയാമിനെ പോലെ, നമ്മുടെ പിതാക്കന്മാരെ പോലെ നമ്മൾ ആ ദൈവത്തിൻ്റെ തൃപാദത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നാം നമ്മുടെ ബാക്കിയുള്ള ജീവിതം
ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ ഇന്നേ വരെ ചെയ്തു പോയതായ തെറ്റുകളെയെല്ലാം അവൻ ക്ഷമിച്ച് നമ്മൾക്ക് അനുഗ്രഹങ്ങളെ ചൊരിയും. അവൻ തന്നിട്ടുള്ളതായ കൃപാവരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയും 2 നേരമെങ്കിലും പ്രാർത്ഥിക്കുകയും വേദപുസ്തകം വായിച്ച് ഗ്രഹിക്കുകയും ഭക്തിഗാനങ്ങൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ആലപിക്കുകയും വിശുദ്ധ കുർബാനയിൽ നമ്മൾ സംബന്ധിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളെ എല്ലാവരെയും കാത്തു പരിപാലിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അതിനായി നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.